ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണക്കാരനെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ചിന്തയാണ്, ഒരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നതാണ് ഒരു മാരുതി 800 മേടിച്ചാലോ. അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം പല ആൾക്കാരുടെ ഒരു ചിന്തയാണ്, ഒന്ന് വാഹനം ഓടിച്ച് കൈ തെളിയാനായിട്ട് നമുക്കൊരു 800 മേടിച്ചാൽ പോരെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ്. ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണ്ട, കാരണം ഏതൊരാൾക്കും ഈ ഒരു വാഹനത്തെക്കുറിച്ച് ആവറേജ് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വാഹനം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. കാർബറേറ്റർ വാഹനങ്ങളുണ്ട്, MBFI വണ്ടികളുണ്ട്. അപ്പോൾ ഏതെടുക്കണം അതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ പറഞ്ഞു തരാം. ഇനി എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതോ പുതിയൊരു വണ്ടി മേടിച്ചാൽ മതിയോ, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വാഹനത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാൽ പോലും അറിയത്തില്ലാത്തവർക്ക് ജസ്റ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. നമുക്ക് ഫ്രണ്ടിലായിട്ട് 2 ഹെഡ് ലാമ്പുകൾ കാണാം. ഇവിടെ സെൻട്രലായിട്ട് സുസുക്കിയുടെ എംബ്ലം ഉണ്ട്, പിന്നെ ഇവിടെ ഗ്രില്ലുണ്ട്. തൊട്ട് താഴെ ബമ്പർ വരുന്നു. ബമ്പറിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 12 ഇഞ്ച് വരുന്ന ടയറാണ് വരുന്നത്. ടയറിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 1800 മുതൽ 2800 ഇടയിൽ വരെ നമുക്ക് ടയറുകൾ ലഭ്യമാണ്. അതായത് ഒരു 3000 രൂപയ്ക്ക് താഴെ നല്ല ടയറുകൾ ലഭ്യമാണ്. പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനുവലായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു മിറർ കാണാം. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഡോറാണ്. പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വണ്ടിയുടെ ഡിക്കി ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾ നോക്കുക, ആവറേജ് സൈസുള്ള ഒരു സ്പേസുള്ളൊരു ഡിക്കി സ്പേസ് നമുക്കിവിടെ കാണാം. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ബാക്കിൽ ടെയിൽ ലാമ്പുണ്ട്. ബമ്പറിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് നമ്പർ പ്ലേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ വശങ്ങളിലേക്ക് വരുമ്പം ഇവിടെ നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള ടാങ്കിൻ്റെ ഓപ്ഷൻ. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. അതിനു മുന്നേ ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് ഈ ഒരു വാഹനം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന ടൈമിൽ 1983 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു വാഹനം ഇന്ത്യയിലെ ഈ വാഹനത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും ആരംഭിക്കുന്നത്. അത് 2014 കാലഘട്ടം വരെ വാഹനത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവും നടന്നു. ഏകദേശം 2.7 ബില്യൺ വാഹനങ്ങൾ ആ കാലഘട്ടങ്ങളിൽ വിറ്റുപോയി. അതായത് 27 ലക്ഷത്തോളം വാഹനങ്ങളാണ് വിറ്റുപോയത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വാഹനം നമ്മളുടെ ഇന്ത്യൻ വാഹന മേഖലയിലെ വാഹനങ്ങളിലെ ഒരു ലെജൻഡാണ് ഇവൻ്റെ ഒരു വരവോടുകൂടിയാണ് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ വാഹന മേഖലയിൽ സംഭവിച്ചത്. ഇപ്പോഴും നിങ്ങൾ നോക്കുക, നമ്മളുടെ ഇന്ത്യൻ നിരത്തുകളിൽ എവിടെ നോക്കിയാലും ഈ ഒരു വാഹനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിന് ആ വാഹനത്തിൻ്റെ മോഡലിന് അനുയോജ്യമായിട്ടുള്ള ഒരു റീസെയിൽ വാല്യൂ ഉണ്ട്. പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഈ ഒരു വാഹനം വിൽക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു വാഹനം വിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും ഈ ഒരു വാഹനം പണിയിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് ഇതിൻ്റെ പാർട്സ് അവൈലബിൾ ആണ്. മറ്റുള്ള വാഹനത്തെ അപേക്ഷിച്ച് ചിലപ്പോൾ 1-2 ദിവസം ഒക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി നിങ്ങൾ മാരുതി 800 മേടിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് 2 തരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ഒന്ന് കാർബറേറ്ററും മറ്റൊന്ന് MBFI. ഞാനിതേ വാഹനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാം. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നോക്കുക, വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ളൊരു വൈബ്രേഷനുണ്ട്. ഇത് 1999 മോഡൽ വാഹനമാണ്, കാർബറേറ്ററാണ്. അതായത് കാർബറേറ്ററുള്ള വാഹനങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വാഹനത്തിന് നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകും. ഡ്രൈവിങ്ങിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ എല്ലാ സാഹചര്യങ്ങളിലും കാല് കൊടുക്കുമ്പോഴും കാല് അയക്കുന്ന സമയത്തൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു MBFI ആണെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല രീതിയിലുള്ള സ്മൂത്ത്നെസ് വാഹനത്തിനുണ്ടാകും. വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ട് കുറേ കൂടെ വ്യത്യസ്തമായിരിക്കും, കുറേ കൂടെ നല്ലതായിരിക്കും. MBFI മോഡലൊക്കെ ഇറങ്ങുന്നത് ഏകദേശം ഒരു 2004 കാലഘട്ടങ്ങളിലാണ്, ആ ഒരു ടൈമിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു MBFI മോഡൽ വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതോടൊപ്പം തന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടും AC ഉള്ള വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കണം. പല ആൾക്കാരും സെക്കൻഡ് 800 ഒക്കെ എടുക്കുന്ന സമയത്ത് AC യെക്കുറിച്ച് ചിന്തിക്കാറില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
AC നമുക്ക് വേനൽക്കാലത്തെ പോലെ തന്നെ മഴക്കാലത്തും അത്യാവശ്യമാണ്. കാരണം ഒരു മിസ്റ്റൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് വിൻഷീൽഡ് ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ AC ഇട്ട് നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ വെളിയിലുള്ളതുപോലെ തന്നെ സെയിം രീതിയിൽ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ചാലേ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ AC ഉള്ളൊരു വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 2008 ശേഷം അല്ലെങ്കിൽ ഒരു 2010 ശേഷമുള്ള വാഹനങ്ങൾ നോക്കുക. വാഹനങ്ങൾ നോക്കിയാലുള്ള ഒരു ഗുണമെന്ന് ഉള്ളത് പ്രധാനമായിട്ടും മോഡൽ കുറച്ചും കൂടെ കൂടിയൊരു വാഹനമായിരിക്കും. നിങ്ങൾക്ക് വിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ വിൽക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ആവറേജ് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള CC ഇട്ട് തന്നെ നമുക്കൊരു വാഹനം മേടിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ കുറച്ച് മോഡൽ കൂടിയ ഒരു വാഹനം മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. ഈ ഒരു സൈഡിൽ നമുക്ക് വാഹനത്തിൻ്റെ ഗ്ലൗ ബോക്സ് കാണാം. ആവറേജ് സ്പേസ് ഉള്ള ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് AC-യുടെ വെൻറ്റുകൾ കാണാനായിട്ട് സാധിക്കും. സ്റ്റിയറിംഗ് വീലിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ കാണാം. നമുക്ക് ഫ്യൂവലിൻ്റെ അളവും ഹീറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്ന ഒരു മീറ്റർ കൺസോൾ ഉണ്ട്. ഇവിടെ സ്റ്റിയറിംഗ് വീലിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ടുള്ള ഓരോ ലിവറുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ലിവർ വാഹനത്തിൻ്റെ നമുക്ക് ഫ്രണ്ടിലെ വൈപ്പർ വിൻഷീൽഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഉണ്ട്. ഒപ്പം നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് വാഹനത്തിൻ്റെ ടേൺ ഇൻഡിക്കേറ്ററിൻ്റെയും അതോടൊപ്പം തന്നെ ഹെഡ് ലൈറ്റിൻ്റെയും സ്വിച്ചുകൾ നമുക്ക് കാണാം. പിന്നെ സെക്കൻഡ് റോ നോക്കുക. നമുക്ക് ആവറേജ് നല്ല രീതിയിലുള്ള സ്പേസ് ഉള്ളൊരു സെക്കൻഡ് റോ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മേളിലായിട്ട് നമുക്കൊരു ആവറേജ് വെട്ടം കിട്ടാനായിട്ടുള്ള ഒരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. മേളിലായിട്ട് നമുക്കിവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഈ ഒരു ഭാഗത്തും നമുക്ക് സെക്കൻഡ് റോയിലും കാണാനായിട്ട് കഴിയും. ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ 796 CC ആണ്. വാഹനത്തിൻ്റെ എൻജിൻ ചെറുതാണെങ്കിൽ പോലും വാഹനത്തിൻ്റെ പവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, നല്ല രീതിയിലുള്ള ഒരു പവറുള്ളൊരു വാഹനമാണ്. മൈലേജ് പറയുന്നത് ആവറേജ് ഏകദേശം 16 കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ മൈലേജ് പറയുന്നത്. സിറ്റിയിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്കൊരു 2 കിലോമീറ്ററൊക്കെ കുറവ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ പോലും ആവറേജ് മൈലേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. പിന്നെ നമുക്ക് ആവറേജ് നല്ല രീതിയിലുള്ള മൈലേജ് ഉണ്ട്. വണ്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പണികൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള വർക്ക്ഷോപ്പുകളിൽ കൊണ്ടുപോയി പണിയാം. സ്പെയർ പാർട്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരുപാട് മോഡൽ കുറഞ്ഞൊരു വാഹനം മേടിച്ചാൽ നമുക്ക് വിൽക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതാണ് എനിക്ക് തോന്നിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദോഷം. പിന്നെ എന്ന് പറഞ്ഞാൽ മറ്റ് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല. നമുക്ക് ഈ ഒരു വാഹനം സ്പെയർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു വാഹനം വിൽക്കാതെ തന്നെ മറ്റൊരു വാഹനം മേടിച്ചാലും കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു വാഹനം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സിറ്റിയിലൊക്കെ പോയി സാധനമൊക്കെ മേടിക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് പോകാനൊക്കെ നമുക്കൊരു സ്പെയർ ആയിട്ട് തന്നെ ഈ ഒരു വാഹനം യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി മേടിച്ചു എന്ന് കരുതി മറ്റൊരു തരത്തിലുള്ള ദോഷങ്ങളും നമുക്ക് സംഭവിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വാഹനം തുടക്കക്കാരെ സംബന്ധിച്ച് മേടിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് മേടിക്കാനും അതോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റിയൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു റിവ്യൂ എന്ന് പറയുന്നില്ല, ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ളൊരു വാഹനം മേടിക്കുന്നവർക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.